ഇത് കുടിച്ചേ. ഞാൻ ദേവമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ കരിമ്പ് ജ്യൂസ് ഇത്. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇത് കുടിച്ച കുഞ്ഞിന് നല്ല ആരോഗ്യവും അമ്മയ്ക്ക് നല്ല ഫ്രഷ്നെസ്സും ഉണ്ടാവും. നിന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ? ഞാനേ ഇന്റർനെറ്റിൽ നോക്കിയപ്പോ കണ്ടതാ. ഇനി ഇതുപോലെ പലതും ഉണ്ട്. അതൊക്കെ ഞാൻ സമയാസമയം ഉണ്ടാക്കിത്തരാം. ദേവമ്മ ഈ മുറിക്കകത്തിരുന്ന് ബുക്കൊക്കെ വായിച്ചിരുന്നാ മതി. മോളെ, നീ എനിക്കിതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് ഇവിടെ ആരെങ്കിലും കണ്ട അവർക്ക് സംശയം തോന്നില്ലേ? അവസാനം നീ ഇപ്പൊ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പദ്ധതിയൊക്കെ പൊളിയും. അങ്ങനെയൊന്നും പൊളിയില്ല. ഞാനേ 2 ജ്യൂസ് ഉണ്ടാക്കി. ഒന്ന് മുത്തശ്ശിക്ക് കൊടുത്തു, രണ്ടാമത്തേതാ ഇത്. മുത്തശ്ശിക്കും കൊടുത്തോണ്ട് ആർക്ക് സംശയം തോന്നില്ലല്ലോ. അത് മാത്രല്ല, ഞാൻ ഒരെണ്ണമേ ഉണ്ടാക്കിയുള്ളൂന്ന് മാലതി ചെറിയമ്മയെ വിശ്വസിപ്പിച്ചും കഴിഞ്ഞു. ആ ഒന്നാണ് മുത്തശ്ശിക്ക് ഞാൻ കൊണ്ടു കൊടുത്തത്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഭയങ്കരം തന്നെ. അത് സമ്മതിച്ച സ്ഥിതിക്ക് ഇതാ, ഇത് കുടിക്കേ. കുടിക്കേ. ഇതെന്താ വേറെന്താ ഒരു ആലോചന? അല്ല മോളെ, ജഗദീഷ് അമ്മയോടെല്ലാം പറയാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. അത് ഞാനും ആലോചിച്ചായിരുന്നു. ചിലപ്പോ സമയവും സന്ദർഭവും ഒത്തു വരാത്തോണ്ടായിരിക്കും. ഇതങ്ങനെ അധികം നാൾ ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അത് ചെറിയച്ഛൻ പറഞ്ഞ് ശരിയാക്കിക്കോളും. ഇല്ലെങ്കിൽ വേറെ ഒരുപാട് വഴികളുണ്ടല്ലോ. ഇവിടെ എല്ലാരും അറിയുന്നവരെ ദൈവമ്മയുടെ എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം. എന്താ പോരെ? ദൈവമേ ഇത് കുടിച്ചിട്ട് റെസ്റ്റ് എടുക്ക്. ഞാനിപ്പോ വരാം.